ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാദസ്ത്വം ന യത പ്രഭോ. എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ അത ചതുഷ്ഷഷ്ടി തമോധ്യായ. ഇന്ന് 64-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകം മുതലാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഇപ്പൊ നൃഗരാജാവ് ഓന്തായി മാറാനുള്ള കാരണം എന്താണെന്ന് കൃഷ്ണൻ ചോദിച്ചപ്പോൾ നൃഗരാജാവ് വിവരിക്കുകയാണ്. അറിയാതെ ഞാൻ ഒരു ബ്രാഹ്മണന്റെ പശുവിനെ മറ്റൊരു ബ്രാഹ്മണന് കൊടുത്തു. അതിന്റെ ശിക്ഷയാണ് ഞാൻ അനുഭവിക്കുന്നത്. യമദൂതന്മാർ എന്നെ യമസന്നിധിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് യമധർമ്മൻ ചോദിച്ചു, അങ്ങ് പുണ്യത്തെയാണോ പാപത്തെയാണോ ആദ്യം അനുഭവിക്കുന്നത്? അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ചെയ്ത പുണ്യകർമ്മങ്ങളും ദാനകർമ്മങ്ങളും എത്രയാണെന്ന് കണക്കാക്കാൻ സാധ്യമല്ല. പാപകർമ്മങ്ങൾ കുറച്ചു മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ആദ്യം പാപത്തെ അനുഭവിക്കാം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഞാനൊരു ഓന്തായി ഈ കിണറ്റിൽ പതിച്ചു. പക്ഷേ ബ്രാഹ്മണരിലും അങ്ങയോടിലും ഉള്ള ഭക്തിയോടുകൂടി ഞാൻ എനിക്കിപ്പോൾ അങ്ങയെ ദർശിക്കാൻ സാധിച്ചു. എന്റെ ജന്മാന്തര സ്മൃതി നശിച്ചിട്ടില്ലായിരുന്നു. പൂർവജന്മത്തിലെ ഓർമ്മ എനിക്കിപ്പോഴും ഉണ്ട്. യോഗേശ്വരന്മാർക്ക് പോലും അപ്രാപ്യമായ അങ്ങയെ ദർശിക്കാൻ സാധിച്ചത് എന്റെ ഭാഗ്യം കൊണ്ടാണ്. അതുകൊണ്ട് അങ്ങ് എന്നെ ദേവലോകത്തേക്ക് പോകാൻ അനുവദിച്ചാലും എന്ന് പറഞ്ഞ് ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു. അപ്പൊ ഭഗവാൻ നൃഗനെ അനുഗ്രഹിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ അനുവദിച്ചു. എന്നിട്ട് ഭഗവാൻ തന്റെ മക്കളോടായിട്ട് പറഞ്ഞു, അപ്പൊ ഒരിക്കലും ബ്രഹ്മസ്വം ബ്രാഹ്മണരുടെ വസ്തുവകൾ അപഹരിക്കാൻ പാടില്ല. എങ്കിൽ ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടാകും. ബ്രാഹ്മണന്റെ സ്വത്ത് അനുഭവിച്ചാൽ 3 തലമുറകൾ വരെ നശിക്കും. അറിയാതെ എടുത്താൽ 3 തലമുറ നശിക്കും. അപഹരിക്കുകയാണെങ്കിൽ 10 തലമുറയ്ക്ക് വരെ നാശം സംഭവിക്കും. നരകത്തിൽ പ്രാപിക്കുകയും ചെയ്യും. അതുകൊണ്ട് ബ്രാഹ്മണരെ ഒരിക്കലും ദ്രോഹിക്കാൻ പാടില്ല. അവരെ നമസ്കരിക്കണം. എപ്പോഴും ബ്രാഹ്മണ ഭക്തി ഉണ്ടാകണം. ഇനി നമുക്ക് ശ്ലോകം നോക്കാം. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 22. ഏതസ്മിന്നന്തരേ യാമ്യൈ ദൂതൈർനീതോ യമക്ഷയം യമേന പൃഷ്ടതത്രാഹം ദേവദേവ ജഗത്പതേ. ദേവദേവ, ദേവന്മാർക്കും ദേവനായവനെ, ജഗത്പതേ, ലോകനാഥ, ഏതസ്മിൻ അന്തരേ, ഈ അവസരത്തിൽ, യാമ്യൈഹി, യമസംബന്ധികളായ, ദൂതൈഹി, ദൂതന്മാരാൽ, യമക്ഷയം, യമന്റെ ഭവനത്തെ, നീതഹ, നയിക്കപ്പെട്ടവനായി. അപ്പൊ ഇങ്ങനെ ഈ ബ്രാഹ്മണർ പശുക്കളെ എടുക്കാതെ പോയി കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ യമദൂതന്മാർ വന്ന് നൃഗനെ എവിടെ കൊണ്ടുപോയി? യമലോകത്തിലേക്ക് കൊണ്ടുപോയി. തത്ര, അവിടെ, അഹം, ഞാൻ, പൃഷ്ട, ചോദിക്കപ്പെട്ടവനായി. അവിടെ യമന്റെ മുമ്പിൽ നിർത്തിയിട്ട് യമൻ എന്നോട് ചോദ്യം ചെയ്തു. ഏതസ്മിൻ അന്തരേ യാമ്യൈർ ദൂതൈർനീതോ യമക്ഷയം യാമേന പൃഷ്ട തത്രാഹം ദേവദേവ ജഗത്പതേ. ശ്ലോകം 23. പൂർവം തം അശുഭം ഭുങ്ക്ഷേ ഉദാഹോ നൃപദേ ശുഭം ജ്ഞാന്തം ദാനസ്യ ധർമ്മസ്യ പശ്യേ ലോകസ്യ ഭാസ്വതഃ. പൂർവം തം അശുഭം ഭുങ്ക്ഷേ ഉദാ അഹോ നൃപദേ ശുഭം ന അന്തം ദാനസ്യ ധർമ്മസ്യ പശ്യേ ലോകസ്യ ഭാസ്വതഃ. നൃപദേ, ഹേ രാജാവേ, ത്വം, അങ്ങ്, പൂർവം, ആദ്യം, അശുഭം, അശുഭത്തെ അല്ലെങ്കിൽ പാപത്തെ, ഭുങ്ക്ഷേ, ഭുജിക്കുന്നുവോ? ആദ്യം അങ്ങ് എന്താണ് അനുഭവിക്കാൻ പോകുന്നത്? പാപത്തെ ഭുജിക്കുന്നുവോ? ഉദാഹോ, അല്ലെങ്കിൽ ശുഭം, പുണ്യത്തെ
പുണ്യത്തെയോ ദാനസ്യ ദാനത്തിന്റെയും ധർമ്മസ്യ ധർമ്മത്തിന്റെയും ഭാസ്വത പ്രകാശിക്കുന്നതായ ലോകസ്യ ലോകത്തിന്റെയും അന്തം അവധിയെ ന പശ്യ ഞാൻ കാണുന്നില്ല. അപ്പോ യമധർമ്മൻ ചോദിച്ചെന്താണ്, അങ്ങ് ആദ്യം ഏതാണ് ഭുജിക്കുന്നത്, പുണ്യത്തെയാണോ പാപത്തെയാണോ എന്ന് ചോദിച്ചു. പക്ഷേ അപ്പൊ ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ ചെയ്ത ദാനങ്ങൾ പുണ്യകർമ്മങ്ങൾ അനവധിയാണ്. എന്നാൽ പാപകർമ്മമാണെങ്കിൽ ഇതൊന്നു മാത്രമേ ചെയ്തിട്ടുള്ളൂ, അത് അറിയാതെ. അപ്പൊ ആദ്യം ഞാൻ അത് അനുഭവിക്കാം എന്ന് പറഞ്ഞു. അതാണ് ധർമ്മസ്യ ഭാസ്വത പ്രകാശിക്കുന്ന ലോകത്തിന്റെ അന്തം അവധി എന്നെ പശ്യത് ഞാൻ കാണുന്നില്ല. അപ്പോ എത്രയാണ് ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്ത്, ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തു പറഞ്ഞു, പുണ്യകർമ്മങ്ങളെ ദാനകർമ്മങ്ങളെ എത്രയാണെന്ന് കണക്കാക്കാൻ പറ്റില്ല. അപ്പൊ പാപകർമ്മങ്ങൾ എനിക്ക് തുച്ഛമാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യം പാപകർമ്മങ്ങൾ അനുഭവിക്കാമെന്ന് പറഞ്ഞു. പൂർവം ത്വം അശുഭം പുംക്ഷേ ഉദാഹോ നൃപദേ ശുഭം ജ്ഞാന്തം ദാനസ്യ ധർമ്മസ്യ പശ്യേ ലോകസ്യ ഭാസ്വതഃ. ശ്ലോകം 24. പൂർവം ദേവാശുഭം ഭുഞ്ച ഇതി പ്രാഹ പതേതി സ താവത് അദ്രാക്ഷം ആത്മാനം കൃകലാസം പതൻ വിഭോ. പൂർവം ദേവ അശുഭം ഭുങ്ച ഇതി പ്രാഹ. അപ്പൊ ഞാൻ പറഞ്ഞു, ദേവാ ഹേ ദേവ, പൂർവം ആദ്യം അശുഭ പാപകർമ്മത്തെ ഭുഞ്ചേതി, ഞാൻ ആദ്യം പാപകർമ്മം അനുഭവിച്ചോളാം. ഇതി പ്രാഹ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പതേതി സഹ, സഹ അവൻ, പതത പതതി പത എന്ന് പറഞ്ഞു, അതായത് പതിച്ചാലും എന്ന് പറഞ്ഞു, ഇതി എന്ന് പറഞ്ഞു. താവത് അപ്പോൾ ആത്മാനം എന്നെ കൃകലാസം അതായത് ഓന്തായിട്ട് പ്രഭോ അദ്രാക്ഷം കണ്ടു. അപ്പൊ ഏത് വേണമെന്ന് വെച്ച് ഞാൻ പാപമാണ് ആദ്യം അനുഭവിക്കാന്ന് പറഞ്ഞു. ഉടനെ തന്നെ പത എന്ന് പറഞ്ഞു, പതിച്ചാലും എന്ന് പറഞ്ഞു, പത ഇതി. അപ്പോഴുണ്ട് ഞാനിതാ ഓന്തായിട്ട് കിണറ്റിനകത്തായി. പൂർവം ദേവാശുഭം ഭുഞ്ച ഇതി പ്രാഹ പതേതി സഹ താവതദ്രാക്ഷമാത്മാനം കൃകലാസം പതൻ പ്രഭോ. ശ്ലോകം 25. ബ്രഹ്മണസ്യ വദാന്യസ്യ തവ ദാസ്യസ്യ കേശവ സ്മൃതിർനാദ്യാഭി വിധ്വസ്ത ഭവദ്ദർശനാർത്ഥിനഃ. ബ്രഹ്മണസ്യ വദാനി അസ്യ ദാസ്യസ്യ കേശവ, കേശവ ഹേ കേശവ, ബ്രഹ്മണസ്യ ബ്രാഹ്മണഭക്തനും, വദാന്യസ്യ ദാനശീലനും, വദാനസ്യ ദാനശീലനും, ഭവത് സന്ദർശനാർത്ഥിന അങ്ങയുടെ സന്ദർശനത്തെ അർത്ഥിക്കുന്നവനും ആഗ്രഹിക്കുന്നവനും, തവ അങ്ങയുടെ ദാസ്യസ്യ ദാസനുമായ മേ എന്റെ സ്മൃതി ഓർമ്മ, അദ്യാപി ഇപ്പോഴും ന വിധ്വസ്ത നശിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് ആ ഭഗവത് സ്മൃതി ഇപ്പോഴും ഓർമ്മയുണ്ട്. ഭഗവാനെ ഞാൻ ഭജിച്ചിരുന്നതെല്ലാം ഈ ഓന്തായിരുന്നപ്പോഴും എനിക്ക് ആ ഭഗവത് സ്മൃതി ഓർമ്മയിലുണ്ട്. അത് നശിച്ചിട്ടില്ല. കാരണം ഞാൻ അങ്ങയുടെ ദാസനാണ്. അതുകൊണ്ട് എനിക്ക് ജന്മാന്തര സ്മൃതിയുണ്ട്, അങ്ങയെ കാണണമെന്നുള്ള ആഗ്രഹവുമുണ്ട്. ബ്രഹ്മണസ്യ ദാസ്യസ്യ തവ ദാസ്യസ്യ കേശവ സ്മൃതിർനാദ്യാഭി വിധ്വസ്ത ഭവദ്ദർശനാർത്ഥിനഃ. ശ്ലോകം 26. സത്വം കഥം മമ വിഭോ അക്ഷിപത പരാത്മാ യോഗേശ്വരൈ ശ്രുതിദൃശാമല ഹൃദ്വിഭാവ്യ സാക്ഷാതദോക്ഷജ ഉരുവ്യസനാന്ത ബുദ്ധേ സ്യാന്മേ അനുദൃശ്യ ഇഹ യസ്യ ഭവാപവർഗം. സഹാത്വം കഥം മമ വിഭോ അക്ഷിപതഃ പരാത്മാ യോഗേശ്വരൈഃ ശ്രുതിദൃശ അമല ഹൃദ്വിഭാവ്യഃ സാക്ഷാത് അദോക്ഷജ ഉരുവ്യസന അന്ധബുദ്ധേഃ സ്യാത്മേ അനുദൃശ്യ ഇഹ യസ്യ ഭവ അപവർഗം. വിഭോ ഹേ സമർത്ഥ, യോഗേശ്വരൈഹി യോഗേശ്വരന്മാരാൽ ശ്രുതിദൃശ വേദമാകുന്ന കണ്ണുകൾ കൊണ്ട് അമലഹൃത് വിഭാവ്യ നിർമ്മലമായ ഹൃദയത്തിൽ ചിന്തിക്കപ്പെടാൻ യോഗ്യനും. അപ്പൊ യോഗേശ്വരന്മാർ യോഗികൾ ധ്യാനാവസ്ഥയിൽ
ആ ഹൃദയത്തിൽ ധ്യാനിക്കുന്നവനും പരബ്രഹ്മസ്വരൂപനും അധോക്ഷജ ഇന്ദ്രിയ ജ്ഞാനങ്ങളെ അതിക്രമിച്ചവനും ആയ സഹത്വം ആ നെന്തിരുവടി ഒരു വ്യസന അന്ധബുദ്ധേഹേ മഹത്തായ ദുഃഖത്താൽ അന്ധനായ ബുദ്ധിയോടുകൂടിയ മമ എനിക്ക് സാക്ഷാത് പ്രത്യക്ഷമായി അക്ഷിപത നേത്രഗോചരനായി ഭവിച്ചത് കഥം എങ്ങനെ. അപ്പോൾ എനിക്ക് സാക്ഷാൽ മുനിമാർക്ക് പോലും അവരുടെ യോഗാവസ്ഥയിൽ ദൃശ്യമാകാത്ത അങ്ങ് ഇപ്പൊ ഇതാ എനിക്ക് പ്രത്യക്ഷമായി എന്റെ കൺമുമ്പിൽ ഇതാ വന്നു നിൽക്കുന്നു. അതെങ്ങനെയാണ്? ഇവിടെ യസ്യ യാതൊരുത്തന് ഭവാപവർഗ മോക്ഷമോ അസ്യ അവന് അനുദർശിക്കപ്പെടാൻ യോഗ്യനാവുന്നു. എനിക്ക് കഥം എങ്ങനെ സ്യാത് സംഭവിച്ചു. അപ്പൊ എനിക്ക് എങ്ങനെയാണ് അങ്ങയുടെ ദർശനം കിട്ടിയെന്ന് എന്റെ ഭാഗ്യം തന്നെ എന്ന് ഞാൻ വിചാരിക്കുന്നു. സത്വം കഥമവിഭോ അക്ഷിപതപരാത്മാ യോഗേശ്വരൈ ശ്രുതിദിശാമല ഹൃദ്വിഭാവ്യ സാക്ഷാത് അതോക്ഷജ ഒരു വ്യസനാന്ത ബുദ്ധയെ സാന്മേ അനുദൃശ്യ ഇഹയസ്യ ഭവാപവർഗം. ശ്ലോകം 27, 28 കൂടെ. ദേവദേവ ജഗന്നാഥ ഗോവിന്ദ പുരുഷോത്തമ നാരായണ ഹൃഷീകേശ പുണ്യശ്ലോകാച്യുതാവ്യയ അനുജാനീഹി മാം കൃഷ്ണ യാന്തം ദേവഗതിം പ്രഭോ എത്ര കോപി സതച്ഛേദോ ഭൂയാന്മേ ത്വത്പദാസ്പദം. അതിൽ 27 ഭഗവാനെ സംബോധന ചെയ്യുകയാണ്. എല്ലാ വാക്കുകളും ഭഗവാന്റെ വിശേഷണങ്ങളാണ്. ദേവദേവ, അല്ലയോ ദേവന്മാരുടെയും ദേവനായവനെ, ജഗന്നാഥ, ജഗത്തിന്റെ നാഥനായവനെ, ഗോവിന്ദ, ഗോക്കളുടെ നാഥൻ അല്ലെങ്കിൽ ഭൂമിയുടെ രക്ഷകനായവനെ, പുരുഷോത്തമ, നാരായണ, എല്ലാ പേരിലും ആത്മാവായിരിക്കുന്നവനെ, ഹൃഷീകേശ, ഇന്ദ്രിയങ്ങളുടെ നിയന്താവേ, പുണ്യശ്ലോക, അച്യുത, ച്യുതിയില്ലാത്തവനെ, അവ്യയ, നാശമില്ലാത്തവനെ, അനുജാനീഹി, ആജ്ഞാപിച്ചാലും അങ്ങ് എന്നോട് ആജ്ഞാപിച്ചാലും, മാം കൃഷ്ണ, അലയോ കൃഷ്ണ, യാന്തം ദേവഗതിയും പ്രഭോ, ദേവഗതിയും യാന്തം മാം, ദേവമാർഗത്തെ യാനം ചെയ്യുന്ന, അതായത് ഇപ്പൊ ദേവനായല്ലോ, അപ്പൊ ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്ന എന്നെ അനുജാനാകി, എന്നെ അനുഗ്രഹിച്ചാലും, എത്ര കോപി, ഏതു ദിക്കിലും സദഹ വർത്തിക്കുന്ന മേ, എന്റെ ചേതക, മനസ്സ്, ത്വത്പാദാസ്പദം, അങ്ങയുടെ പാദമാകുന്ന ആശയത്തോട് കൂടിയതായിട്ട് ഭൂയാത് ഭവിക്കുകയാണ്. അപ്പൊ ഞാൻ ഏത് ദിക്കിൽ പോയാലും അങ്ങയുടെ പാദത്തിൽ എനിക്ക് ഭക്തി ഉണ്ടാകണമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നൃഗൻ കൃഷ്ണനോട് അപേക്ഷിച്ചു. ദേവദേവ ജഗന്നാഥ ഗോവിന്ദ പുരുഷോത്തമ നാരായണ ഹൃഷീകേശ പുണ്യശ്ലോകാച്യുതാവ്യയ അനുജാനീഹി മാം കൃഷ്ണ യാന്തം ദേവഗതിം പ്രഭോ എത്ര കോപി സതച്ഛേദോ ഭൂയാന്മേ ത്വത്പദാസ്പദം. ശ്ലോകം 29. നമസ്തേ സർവഭാവായ ബ്രഹ്മണേ അനന്തശക്തയേ കൃഷ്ണായ വാസുദേവായ യോഗാനാം പതയേ നമഃ. നമസ്തേ സർവഭാവായ, സർവത്തിന്റെ ഭാവത്തിന് കാരണമായവനും, ബ്രഹ്മണേ വികാരമില്ലാത്തവനും, അനന്തശക്തയെ അനന്തമായ ശക്തിയോടുകൂടിയവനും, വാസുദേവായ സർവഭൂതങ്ങളിലും വസിക്കുന്നവനും, സർവഭൂതങ്ങൾക്ക് ആശ്രയമായവനും, യോഗാന ഇഷ്ടാപൂർത്താദി കർമ്മങ്ങളുടെ പതയെ ഫലത്തെ കൊടുക്കുന്ന നാഥനും, യാഗാദികളുടെ ഫലത്തെ കൊടുക്കുന്ന നാഥനും, കൃഷ്ണായ ആനന്ദമൂർത്തിയുമായ തേ അങ്ങയ്ക്കായിക്കൊണ്ട് നമഃ, നമസ്കാരം. നമസ്തേ സർവഭാവായ ബ്രഹ്മണേ അനന്തശക്തയേ കൃഷ്ണായ വാസുദേവായ യോഗാനാം പതയേ നമഃ. ശ്ലോകം 30. ഇത്യുക്താ തം പരിക്രമ്യ പാദൗ സ്പൃഷ്ട്വാ സ്വമൗലിനാ അനുജ്ഞാതോ വിമാനാഗ്രാം ആരുഹത് പശ്യതാം നൃണാം
ഇതി ഉക്ത്വ ഇപ്രകാരം പറഞ്ഞിട്ട് തം പരിക്രമ്യ അവനെ ഭഗവാനെ പരിക്രമ്യ പ്രദക്ഷിണം ചെയ്തിട്ട് പാദൗ സ്പൃഷ്ട സ്വമൗലിന തന്റെ ശിരസ് കൊണ്ട് പാദൗ സ്പൃഷ്ട ഭഗവാന്റെ പാദങ്ങളെ സ്പർശിച്ചിട്ട് അനുജ്ഞാത എന്നുവെച്ചാൽ ഭഗവാനെ സാഷ്ടാംഗം നമസ്കാരം ചെയ്തിട്ട് അനുജ്ഞാത ഭഗവാൻ അനുഗ്രഹിച്ച് നൃണാം ജനങ്ങൾ പശ്യതാം കണ്ടുകൊണ്ടിരിക്കെ വിമാനാഗ്രഹം ശ്രേഷ്ഠമായ വിമാനത്തെ ആരുഹത്ത് ആരോഹണം ചെയ്തു. ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ അതിശ്രേഷ്ഠമായ വിമാനം വന്നു, അതിൽ കയറി ആ മൃഗരാജാവ് പോവുകയും ചെയ്തു. ഇത്യുക്ത തം പരിക്രമ്യ പാദോ സ്പൃഷ്ട്വാ സ്വമൗലിന അനുജ്ഞാതോ വിമാനാഗ്രഹം ആരുഹത് പശ്യതാം നൃണാം. ശ്ലോകം 31. കൃഷ്ണ പരിജനം പ്രാഹ ഭഗവാൻ ദേവകീസുതഃ ബ്രഹ്മണ്യദേവോ ധർമാത്മാ രാജന്യാൻ അനുശിക്ഷയൻ. കൃഷ്ണ പരിജനം പ്രാഹ ഭഗവാൻ ദേവകീസുതഃ ബ്രഹ്മണ്യദേവഃ ധർമാത്മാ രാജന്യാൻ അനുശിക്ഷയൻ. ധർമാത്മാ ധർമ്മസ്വരൂപനും ബ്രഹ്മണ്യദേവ ബ്രാഹ്മണ ഭക്തനും ദേവനും ഭഗവാൻ ഐശ്വര്യസമ്പന്നനും ദേവകീസുത ദേവകീപുത്രനുമായ കൃഷ്ണൻ രാജന്യാൻ രാജസമൂഹങ്ങളെ അനുശിക്ഷയൻ അനുശാസിക്കുന്നതായിക്കൊണ്ട്, അതായത് രാജാക്കന്മാർക്ക് രാജാക്കന്മാർക്ക് ഉപദേശം കൊടുക്കുന്നതായിക്കൊണ്ട് പരിജനം തന്റെ ആശ്രിതന്മാരോട് പ്രാഹ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഉപദേശ സ്വരൂപനെ ഭഗവാൻ പറഞ്ഞു. അല്ലാതെ ഭഗവാനെ എല്ലാം അറിയാം, നൃഗൻ ആരാണെന്നും എങ്ങനെ പതിച്ചെന്നും ഒക്കെ അറിയാം. പിന്നെ എന്തിനാണിത് ചോദിച്ചത്? എല്ലാവരും കേൾക്കാനും എല്ലാവരെയും ഉപദേശിക്കാനും. ആ ബ്രാഹ്മണരുടെ സ്വത്ത് അപഹരിച്ചാൽ എന്താണ് ഫലം എന്ന് രാജാവായിരുന്നാൽ പോലും ഇതാണ് അനുഭവം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് കൃഷ്ണൻ എന്നിട്ട് ഇപ്രകാരം പറയുകയാണ്. കൃഷ്ണ പരിജനം പ്രാഹ ഭഗവാൻ ദേവകീസുതഃ ബ്രഹ്മണ്യദേവോ ധർമാത്മാ രാജന്യാൻ അനുശിക്ഷയൻ. ശ്ലോകം 32. ദുർജരംബത ബ്രഹ്മസ്വം ഭുക്തമഗ്നേർ മനാഗപി തേജീയസോപി കിമുത രാജ്ഞാം ഈശ്വരമാനിനാം. ഇനി 32 മുതൽ ഉള്ള ശ്ലോകങ്ങളെല്ലാം ഭഗവാൻ പറയുന്നതാണ്. ഭഗവാൻ മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടി, നമുക്കും എല്ലാവർക്കും ഭഗവാന്റെ മക്കൾക്കും മറ്റുള്ള അനുചരന്മാർക്കും എല്ലാം അറിയാൻ വേണ്ടി പറയുകയാണ്. ദുർജരം ബദ ബ്രഹ്മസ്വം ഭുക്തം അഗ്നേഹ മനാഗ് അപി തേജീയസഹ അപി കിമുത രാജ്ഞാം ഈശ്വരമാനിന. തേജീയസഹ അധികം തേജസ്സുള്ള അഗ്നേപി അഗ്നിക്കും കൂടി മനാകപി അല്പമാത്രമെങ്കിലും ഭുജിക്കപ്പെട്ട ബ്രഹ്മസ്വം ബ്രാഹ്മണന്റെ മുതൽ ദുർജരം ദഹിക്കാൻ ഏറ്റവും പ്രയാസമുള്ളതാണ്. അപ്പൊ അഗ്നിയെ പോലെ ഉൾക്കട ശക്തിയുള്ളവർക്ക് പോലും ബ്രാഹ്മണന്റെ സ്വത്ത് അല്പമാത്രമെങ്കിലും അപഹരിച്ചാൽ ദോഷമുണ്ടാകും, സ്വീകരിക്കാൻ പാടില്ല. ബ്രഹ്മസ്വം ബ്രാഹ്മണന്റെ മുതൽ ദുർജരം ദഹിക്കാൻ ഏറ്റവും പ്രയാസമുള്ളതാണ്. അഗ്നിക്ക് പോലും ആ ബ്രാഹ്മണന്റെ മുതൽ ദഹിക്കാൻ പ്രയാസമാണ്. അഗ്നിയെ പോലെ ഉൾക്കൊട ശക്തിയുള്ളവർക്ക് പോലും പ്രയാസമാണ്. ഈശ്വരമാനീന ഈശ്വരൻ എന്ന് അഭിമാനിച്ചുകൊണ്ടിരിക്കുന്ന രാജാക്കന്മാർക്ക് കിമിത പിന്നെ പറയണോ? അപ്പോ ഉൾക്കട ശക്തിയുള്ളവർക്ക് പോലും ബ്രാഹ്മണന്റെ സ്വത്ത് അല്പം മാത്രവും സ്വീകരിക്കാൻ പാടില്ല. പിന്നെ ഈശ്വരാഭിമാനികളായ രാജാക്കന്മാർക്ക് ഒട്ടും സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. അഭിമാനം മാത്രമല്ലാത്ത ഈശ്വരത്വം അവർക്കില്ലാതിരിക്കെ ബ്രഹ്മസ്വം അപഹരിച്ചാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഇപ്പോൾ കണ്ടല്ലോ. മൃഗന്റെ അവസ്ഥയിൽ നിന്ന് ഒരു തെറ്റ് ചെയ്ത മൃഗനുള്ള അവസ്ഥ കണ്ടല്ലോ. ദുർജരംബത ബ്രഹ്മസ്വം ഭുക്തമഗ്നിർമനാഗപി തേജീയസോപി കിമുത രാജ്ഞാമീശ്വരമാനിനാം. ശ്ലോകം 33. നാഹം ഹലാഹലം മന്യേ വിഷം യസ്യ പ്രതിക്രിയ ബ്രഹ്മസ്വം ഹി വിഷം പ്രോക്തം നാസ്യ പ്രതിവിധിം ഭുവേ. നാ അഹം ഹലാഹലം മന്യേ വിഷം. ഹലാഹലം എന്ന വിഷം, പ്രസ്തുതമായ ഹലാഹല വിഷം ഏതാണ്?
പാലാഴി മഥനം ചെയ്തപ്പോൾ കിട്ടിയ ഹലാഹല വിഷം അത് ലോകം മുഴുവനും നശിപ്പിക്കുമെന്ന് വിചാരിച്ച് ശിവൻ പാനം ചെയ്തു. ആ വിഷത്തെ വിഷമെന്ന് ഹലാഹലത്തെ വിഷമെന്ന് അഹം ഞാൻ മന്യേ വിചാരിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അതിന്റെ ശക്തിയെ നശിപ്പിക്കാൻ പ്രത്യൗഷധം ലോകത്തിലുണ്ട്. യാതൊന്നിന് പ്രതിവിധി ഉണ്ട്. അപ്പൊ എത്ര മൂർഖന്റെ വിഷമായിരുന്നാലും അതിന് പ്രതിവിധി ഉണ്ട്. എന്നാൽ ബ്രാഹ്മണന്റെ മുതൽ വിഷമെന്ന് പ്രോക്തം പറയപ്പെട്ടിരിക്കുന്നു. എന്നാൽ ബ്രാഹ്മണന്റെ അപ്പൊ ഈ ഹലാഹല വിഷം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ബ്രാഹ്മണന്റെ മുതൽ വിഷമാണ് എന്ന് ഞാൻ പറയുന്നു. ഇതിന് ഭൂമിയിൽ പ്രതിവിധി ഒന്നുമില്ല. ബ്രാഹ്മണന്റെ സ്വത്ത് അപഹരിച്ചാൽ അതിന് പ്രതിവിധി ഒന്നുമില്ല. എന്നാൽ ഹലാഹല വിഷം കഴിച്ചാൽ പോലും അതിന് പ്രതിവിധി ഉണ്ട്. അതുകൊണ്ട് ബ്രാഹ്മണന്മാരുടെ സ്വത്ത് അപഹരിക്കാൻ പാടില്ല. ബ്രഹ്മസ്വം നാഹം ഹലാഹലം മന്യേ വിഷം യസ്യ പ്രതിക്രിയ ബ്രഹ്മസ്വം ഹി വിഷം പ്രോക്തം നാസ്യ പ്രതിവിധിർ ഭുവി. ശ്ലോകം 34. ഹിനസ്തി വിഷമത്താരം പന്നിർ അദ്ഭി പ്രശാമ്യതി കുലം സമൂലം ദഹതി ബ്രഹ്മസ്വാരണി പാവകഃ. ഹിനസ്തി വിഷം അത്താരം ഭക്ഷിച്ചവനെ ഹിനസ്തി ഹനിക്കുന്നു. ഇപ്പൊ വിഷത്തെക്കാൾ തീയേക്കാളും ഉഗ്രത ബ്രഹ്മസ്വത്തിനുണ്ട്. വിഷമാണെങ്കിൽ ഭക്ഷിച്ചവനെയാണ് മാത്രമേ നശിപ്പിക്കുകയുള്ളൂ. വിഷം കഴിച്ചാൽ ചിലപ്പോൾ ഭക്ഷിച്ചവൻ മരിക്കുമായിരിക്കും, വേറെ ആരെയും നശിപ്പിക്കൂല വിഷം. വന്നി തീയ് അദ്ഭി ജലത്താൽ പ്രശാമ്യതി. തീ കൂടുമ്പോൾ ജലം തളിച്ചാൽ മതി, അത് അണഞ്ഞു പോകും. ബ്രഹ്മസ്വാരണി പാവക. ബ്രഹ്മസ്വമാകുന്ന അരണിയിൽ നിന്നുണ്ടാകുന്ന തീ കുലത്തെ മൂലത്തോടുകൂടി ദഹിപ്പിക്കുന്നു. അപ്പൊ തീയിൽ എന്തെങ്കിലും ഇട്ട് തീയെ നമുക്ക് അണയ്ക്കാൻ പറ്റും. പക്ഷെ ബ്രഹ്മസ്വമാകുന്ന തീയാണെങ്കിൽ എന്ത് ചെയ്യും? അത് നമ്മുടെ കുലത്തെ മുഴുവൻ നശിപ്പിക്കും. വിഷമാണെങ്കിൽ കഴിക്കുന്നവനെ മാത്രമേ നശിപ്പിക്കുകയുള്ളൂ. പക്ഷേ ബ്രഹ്മസ്വത്തെ ബ്രാഹ്മണരുടെ സ്വത്തിനെ അപഹരിച്ചാൽ ആ കുലത്തെ മുഴുവനും, ആ അപഹരിച്ചവനെ മാത്രമല്ല അവന്റെ കുലത്തെ മുഴുവനും നശിപ്പിക്കുമെന്നാണ്. ഹിനസ്തി വിഷമത്താരം വന്യരദ്ഭി പ്രശാമ്യതി കുലം സമൂലം ദഹതി ബ്രഹ്മസ്വരണി പാവകഃ. ശ്ലോകം 35. ബ്രഹ്മസ്വം ദുരനുജ്ഞാതം ഭുക്തം ഹന്തി ത്രിപൂരുഷം പ്രഹസ്യതു ബലാത് ഭുക്തം ദശപൂർവാൻ ദശാപരാൻ. ബ്രഹ്മസ്വം ദുരനുജ്ഞാതം ഭുക്തം ഹന്തി ത്രിപൂരുഷം. ദുരനുജ്ഞാതം വേണ്ട വിധത്തിൽ സമ്മതിക്കപ്പെടാത്തതും ഭുക്തം അനുഭവിക്കപ്പെട്ടതുമായ ബ്രഹ്മസ്വം ബ്രാഹ്മണന്റെ സ്വത്ത് ത്രിപുരുഷം 3 പുരുഷനെ ഹനിക്കുന്നു എന്ന് പറഞ്ഞാൽ 3 തലമുറ എന്നാണ്. സമ്മതമില്ലാതെ ബ്രാഹ്മണന്റെ മുതൽ അനുഭവിക്കുകയാണെങ്കിൽ അനുഭവിച്ചവനെ അതിന്റെ 3 തലമുറയും പുത്രനെയും പൗത്രനെയും നശിപ്പിക്കും. അവനെ മാത്രമല്ല അവന്റെ പുത്രനും പൗത്രനും. കാരണം നമ്മളൊരു തെറ്റ് ചെയ്താൽ നമ്മുടെ മക്കളും അനുഭവിക്കുമെന്ന് പറയുമല്ലോ. അച്ഛനമ്മമാര് ചെയ്ത തെറ്റിന്റെ ഫലം മക്കളും അനുഭവിക്കും, മക്കളും അനുഭവിക്കും. അപ്പൊ അതാണ് പറഞ്ഞത് ഇവിടെ ബ്രാഹ്മണന്റെ മുതൽ നമ്മൾ അനുഭവിക്കുകയാണെങ്കിൽ അവന്റെ സമ്മതം കൂടാതെ അനുഭവിച്ചാൽ നമ്മുടെ 3 തലമുറ നശിക്കും. ത്രിപുരുഷം 3 പുരുഷനെ ഹനിക്കുന്നു. ബലം ഹേതുവായിട്ട് പ്രസഹ്യ ബലാൽക്കാരേണ ഭുക്തം അനുഭവിക്കുന്നയായാൽ, അതായത് ബലാൽക്കാരേണ ശക്തി ഉപയോഗിച്ച് ബ്രാഹ്മണന്റെ സ്വത്ത് അപഹരിച്ച് അനുഭവിച്ചാൽ ദശപൂർവാൻ മുമ്പുണ്ടായ 10 തലമുറകളെയും ദശപരാൻ വരാൻ പോകുന്നവരെയും നശിപ്പിക്കും. അപ്പൊ അങ്ങനെ ശക്തിയോടുകൂടി അപഹരിക്കുകയാണെങ്കിൽ ബ്രാഹ്മണന്റെ സ്വത്ത് അപഹരിച്ചാൽ കഴിഞ്ഞുപോയ 10 തലമുറയും വരാൻ പോകുന്ന 10 തലമുറയും നശിപ്പിക്കും. അപ്പൊ അച്ഛൻ മുത്തച്ഛൻ തുടങ്ങിയ കഴിഞ്ഞ 10 തലമുറ, പിന്നെ വരുന്ന പുത്രന്റെ പൗത്രന്റെ ഇങ്ങനെയുള്ള
10 തലമുറയും നശിപ്പിക്കും, നരകാഗ്നിയിൽ വീഴ്ത്തി ദുഃഖം അനുഭവിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് ബ്രാഹ്മണന്റെ സ്വത്തിനെ ഒരിക്കലും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അനുഭവിക്കാൻ പാടില്ല. ബ്രഹ്മസന്ധുരനുജ്ഞാതം ഭുക്തം ഹന്തി ത്രിപൂരുഷം പ്രഹസ്യതു ബലാത് ഭുക്തം ദശപൂർവാൻ ദശാപരാൻ. ശ്ലോകം 36. രാജാനോ രാജലക്ഷ്മ്യാന്ധ നാത്മപാദം വിചക്ഷതേ നിരയം യേ അഭിമന്യന്തേ ബ്രഹ്മസംസാദ് ബാലിശാഹ. രാജാനഃ രാജലക്ഷ്മ്യാ അന്ധ ന ആത്മപാദം വിചക്ഷതേ. രാജലക്ഷ്മിയാൽ, അതായത് രാജ ഐശ്വര്യത്താൽ, അന്താഹ വിചാരശക്തിഹീനനായ, ഐശ്വര്യം കൂടുമ്പോൾ വിചാരശക്തി നശിക്കുന്ന രാജാന, ഏത് രാജാക്കന്മാർ ബ്രഹ്മസ്വത്തിനെ, ബ്രാഹ്മണന്റെ സ്വത്തിനെ സാധു നല്ലതെന്ന് അഭിമന്യന്റെ അഭിമാനിക്കുന്നുവോ തേ അവർ ആത്മപാദം ആത്മനാശത്തെ ന വിചക്ഷതേ കാണുന്നില്ല. അപ്പോ രാജൈശ്വര്യം വർദ്ധിക്കുമ്പോൾ വിചാരശക്തി നശിച്ച് അറിവില്ലാത്ത രാജാക്കന്മാർ ബ്രഹ്മസ്വത്തെ നല്ലതെന്ന് വിചാരിച്ച് കാക്ഷിക്കുന്നുവെങ്കിൽ അവരുടെ അന്ധത നിമിത്തം അവർക്ക് ഉണ്ടാകാൻ പോകുന്ന നരകപാതകത്തെ അവർ കാണുന്നില്ല. ആത്മപാത നാശത്തെ ന വിചക്ഷതേ അവർ കാണുന്നില്ല. അപ്പൊ ഐശ്വര്യം നിമിത്തം മതാന്തനായിപ്പോയി ആ ബ്രഹ്മസ്വം അപകരിച്ചാൽ, ബ്രാഹ്മണന്റെ സ്വത്ത് അപകരിച്ചാൽ ഉണ്ടാകുന്ന നാശത്തെ അവർ മനസ്സിലാക്കുന്നില്ല. ബാലിശ അറിവില്ലാത്തവൻ നിരയം നരകത്തെ അഭിമന്യന്തേ കാക്ഷിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ബ്രഹ്മസ്വം ആഗ്രഹിക്കുന്നവർ എന്തോന്നാണ്? നരകത്തെയാണ് ആഗ്രഹിക്കുന്നത്. രാജാനോ രാജലക്ഷ്മ്യാന്ധ നാത്മപാദം വിചക്ഷതേ നിരയം യേ അഭിമന്യന്തേ ബ്രഹ്മസംസാദ് ബാലിശാഹ. ശ്ലോകം 37. ഗൃഹ്ണന്തി യാവതപാംസൂൻ ക്രന്ദതാമശ്രുബിന്ദവഃ വിപ്രാണാം ഹൃതവൃത്തീനാം വദാന്യാനാം കുടുംബിനാം. ഗൃഹ്ണന്തി യാവതഃ പാംസൂൻ ക്രന്ദതാം അശ്രുബിന്ദവഃ വിപ്രാണാം ഹൃതവൃത്തീനാം വദാന്യാനാം കുടുംബിനാം. ഹൃതവൃത്തീനാം അപഹരിക്കപ്പെട്ട ഉപജീവന മാർഗത്തോട് കൂടിയവരും, ക്രന്ദതാം കരയുന്നവരും, വദാന്യാനാം ഉദാരന്മാരും, കുടുംബിനാം കുടുംബികളുമായ വിപ്രാണം ബ്രാഹ്മണരുടെ അശ്രുബിന്ദവ കണ്ണുനീർ തുള്ളികൾ യാവത എത്രമാത്രം പാംസൂൻ പൊടികളെ ഗൃണന്തി ഗ്രഹിക്കുന്നു. അപ്പൊ ബ്രാഹ്മണർ മുതൽ അപഹരിച്ചാൽ ഫലം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. ഇപ്പൊ മറ്റു പ്രവൃത്തികൾ ഉപേക്ഷിച്ച് അധ്യയനം മുതലായ ഉദാരവൃത്തിയിൽ, ബ്രാഹ്മണരുടെ ജോലി എന്താണ്? വേദാധ്യയനമാണ്, വേദം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ അവര് വേദാധ്യയനത്തിൽ മനസ്സിരുത്തി കുടുംബികളായി ഇരിക്കുന്ന ബ്രാഹ്മണർക്ക് ഉപജീവനത്തിനുള്ള സ്വത്താണ് ഓരോരുത്തർ കൊടുക്കുന്നത്. അപ്പൊ അവർക്കിങ്ങനെ ദാനം കിട്ടുന്ന പൈസയൊക്കെ ഉള്ളൂ ബ്രാഹ്മണർക്ക്. അപ്പൊ അതിനെ അപഹരിക്കുമ്പോൾ അപ്പൊ അവർക്ക് ദുഃഖം ഉണ്ടാകും. ഇനി ഞാൻ എങ്ങനെ എന്റെ കുടുംബത്തിനെ പോറ്റും എന്ന് പറഞ്ഞ് അവർ കരയുമ്പോൾ അവരുടെ കണ്ണുനീർ തുള്ളികൾ വീഴുന്ന ഭൂമിയിൽ വീണാൽ അത് എത്ര അണുക്കളെ നശിപ്പിക്കുന്നുവോ അത്രയും ബാക്കി അടുത്തതിലാണ് വരുന്നത്. അവരുടെ കണ്ണുനീർ തുള്ളികൾ വീണ് എത്ര അണുക്കളെ നശിക്കുന്നു അത്രയും പ്രാവശ്യം നമുക്ക് ആ നരകത്തിൽ കിടക്കേണ്ടി വരും. അതിനനുസരിച്ച് അവരുടെ കണ്ണുനീർ ഭൂമിയിൽ വീണ് നനയുന്നതിനനുസരിച്ചുള്ള പാപ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അവരുടെ സ്വത്ത് എടുത്താൽ അവർക്ക് കിട്ടുന്ന ഈ ദാനം കൊണ്ട് കിട്ടുന്ന വരുമാനമേ ഉള്ളൂ. അപ്പൊ അതിനെ ആരെങ്കിലും അപഹരിച്ചു കഴിഞ്ഞാൽ അവരുടെ കണ്ണുനീർ തുള്ളികൾ ഭൂമിയിൽ വീഴുന്നാൽ അത് നമുക്ക് ദോഷം ചെയ്യും. ഗൃഹ്ണന്തി യാവതപ്പാംസൂൻ ക്രന്ദതാമശ്രുബിന്ദവഃ വിപ്രാണാം ഹൃതവൃത്തീനാം വദാന്യാനാം കുടുംബിനാം. ശ്ലോകം 38. രാജാനോ രാജകുല്യാശ്ച താവതോ അബ്ദാൻ നിരങ്കുശാഃ കുംഭീപാകേഷു പച്യന്തേ ബ്രഹ്മദായ അപഹാരിണഃ.
ബ്രഹ്മദായ അപഹാരിണഃ, ബ്രാഹ്മണ മുതലിനെ അപഹരിക്കുന്ന രാജാനഹ, രാജാക്കന്മാരും രാജകുല്യാശ്ച, രാജകുലത്തിൽ ജനിച്ചവരും താവതക അബ്ദാൻ, അത്ര വർഷം കാലം നിരങ്കുശ, തടസ്സമില്ലാത്തവരായിട്ട് കുംഭീഭാഗേച്ചു, കുംഭീഭാഗങ്ങളിൽ പച്യന്തേ, പചിക്കുന്നു. അപ്പൊ ബ്രാഹ്മണരുടെ മുതൽ അപഹരിക്കുന്നവർ രാജാക്കന്മാരായിരുന്നാലും രാജകുലത്തിൽ ഉണ്ടായിരുന്ന രാജകുലത്തിലെ ആൾക്കാരായിരുന്നാലും ശരി, അവരെല്ലാം അത്ര വർഷക്കാലം കുംഭീഭാഗ നരകത്തിൽപ്പെട്ട് ദഹിക്കും. ഇപ്പൊ നരകവർണ്ണന 5-ാമത്തെ സ്കന്ധത്തിൽ 26-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. 28 നരകങ്ങളുണ്ട്. കുംഭീഭാഗം എന്ന് പറഞ്ഞാൽ തിളയ്ക്കുന്ന എണ്ണയിൽ എടുത്തിടും. ഇങ്ങനെ ഇതുപോലെയൊക്കെ ബ്രാഹ്മണന്റെ സ്വത്തൊക്കെ അപഹരിച്ച് ചെല്ലണവരെ പല നരകത്തിലിടും. അപ്പോൾ ഒന്ന് കുംഭീഭാഗം, അതെന്ന് പറഞ്ഞാൽ തിളച്ച എണ്ണയിൽ എടുത്തിടും. അപ്പൊ ത്യാഗം തിളച്ച എണ്ണയിൽ കിടന്ന് വെന്ത് 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 കിടക്കും. അപ്പൊ അങ്ങനെ കുംഭീഭാഗ നരകത്തിൽ ദഹിക്കുന്നവരായിട്ട് ഭവിക്കും. അവരെ രക്ഷിക്കാൻ ആർക്കും സാധിക്കുകയില്ല. രാജാനോ രാജകുല്യാശ്ച താവതോ അബ്ദാൻ നിരങ്കുശാഹ കുംഭീഭാഗേഷു പച്യന്തേ ബ്രഹ്മദായാപഹാരിണഃ. ശ്ലോകം 39. സ്വദത്താം പരദത്താം വാ ബ്രഹ്മവൃത്തിം ഹരേച്ഛയാ ഷഷ്ടിവർഷസഹസ്രാണി വിഷ്ടായാം ജായതേ കൃമിഃ. സ്വദത്താം, തന്നാൽ നൽകപ്പെട്ടതോ, പരദത്താം, അന്യനാൽ നൽകപ്പെട്ടതോ ആയ ബ്രഹ്മവൃത്തിയും, ബ്രാഹ്മണന്റെ ഉപജീവന മാർഗത്തെ യഹ, യാതൊരുവൻ ഹരേ, ഹരിക്കുന്നുവോ, സഹ, അവൻ ഷഷ്ടിവർഷ സഹസ്രാണി, 60,000 വർഷം വിഷ്ടായ, മലത്തിൽ, കൃമിഹി, കൃമിയായി ജായതേ, ജനിക്കുന്നു. അപ്പൊ ബ്രാഹ്മണന്റെ ഉപജീവനത്തിനുള്ള മുതൽ ഏതൊരുത്തൻ അപഹരിക്കുന്നുവോ അവൻ എന്ത് ചെയ്യും? 60,000 വർഷം മലത്തിൽ കൃമിയായിട്ട് ജനിക്കുമെന്നാണ്. അപ്പൊ ബ്രാഹ്മണന്റെ സ്വത്ത് അപഹരിക്കുന്നതിലുള്ള ദോഷം ആലോചിച്ച് നോക്കണം. സ്വദത്താം പരദത്താം വാ ബ്രഹ്മവൃത്തിം ഹരേച്ഛയാ ഷഷ്ടിവർഷ സഹസ്രാണി വിഷ്ടായാം ജായതേ കൃമിഃ. ശ്ലോകം 40. നമേ ബ്രഹ്മധനം ഭൂയാത് യത് കൃത്വാ അല്പായുസോ നരാഹ പാരിജാതാച്യുതാ രാജ്യാത് ഭവന്തി ഉദ്യേജിനോ ഹയഃ അഹയഃ. നമേ ബ്രഹ്മധനം, മേ, ന മേ, മേ, എനിക്ക് ബ്രഹ്മധനം, ബ്രാഹ്മണന്റെ മുതൽ, ന ഭൂയാത്, ഭവിക്കരുത്. അപ്പോൾ ഭഗവാൻ പറയാണ്, തനിക്കും ബ്രാഹ്മണന്റെ സ്വത്തിൽ ആഗ്രഹം ജനിക്കരുതേ എന്ന് ഭഗവാൻ പറയുകയാണ്. യാതൊന്നിനെ ഗൃത്വ, ആഗ്രഹിച്ചിട്ട്, നരാഹ, മനുഷ്യർ, അല്പായുസുകളായി ഭവന്തി, ഭവിക്കുന്നു. രാജ്യത്തിൽ നിന്ന് ച്യുത, ഭ്രഷ്ടന്മാരായി, പരാജിത, ശത്രുക്കളാൽ ജയിക്കപ്പെട്ടവരായി, അല്ലെങ്കിൽ പരാജയപ്പെട്ടവരായി, ഉദ്വേജിന, ഉപദ്രവകാരികളായ, അഹയഹ, സർപ്പങ്ങളായിട്ട് ഭവന്തി, ഭവിക്കുന്നു. അപ്പൊ മനുഷ്യർ അല്പായുസുകളും ശത്രുക്കളാൽ തോൽപ്പിക്കപ്പെട്ടവരായും ഭവിക്കുന്നതിന് പുറമെ, ബ്രാഹ്മണരുടെ സ്വത്തിൽ ആഗ്രഹമുണ്ടായാൽ അല്പായുസുകളാലും ശത്രുക്കളാൽ തോൽപ്പിക്കപ്പെട്ടവരായും ഭവിക്കും. അതിനു പുറമെ രാജ്യ ഐശ്വര്യാദി സർവവും നശിച്ച് മരണാനന്തരം പരോപദ്രവം ചെയ്യാൻ ഒരുങ്ങുന്ന സർപ്പങ്ങളായിട്ട് ഭവിക്കുമെന്നാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ് കൃമികളായിട്ട്, പിന്നെ ഈ ചെയ്യുന്ന തെറ്റിന്റെ തോതനുസരിച്ച് ചിലപ്പോൾ സർപ്പങ്ങളായിട്ട് ഭവിക്കും. ജന്മാതിരഹിതനായ ഭഗവാന്റെ ഈ വചനം മാനുഷ്യ വിടംബനം എന്ന് ധരിക്കണം. അപ്പൊ മനുഷ്യനായി ഭഗവാൻ, അല്ലാതെ ഭഗവാന് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഭഗവാൻ പിന്നെ മനുഷ്യനായി അവതരിച്ചത് കൊണ്ട് ആ മനുഷ്യന്റെ നാട്യം, ഒരു മനുഷ്യന് എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമോ അതെല്ലാം ഭഗവാൻ പറയുകയാണ്. ഭഗവാന്റെ കാര്യമായിട്ടും കൂടെ അത് പറഞ്ഞു. നമേ ബ്രഹ്മധനം ഭൂയാത് യദ്ഗൃത്രാൽപായുസോ നരാഹ പാരിജാത അച്യുത രാജ്യാത് ഭവന്തി ഉദ്യോഗിനോ ഹയഃ.
പാരിജാതാച്യുത രാജ്യ, അച്യുതല്ല, പാരിജാതാച്യുത രാജ്യ, രാജ്യത്തിൽ നിന്നും ച്യുത എന്ന് വെച്ചാൽ ഭ്രഷ്ടരായി, രാജ്യത്തിൽ നിന്നും ഭ്രഷ്ടരായി പോകും. ഇപ്പൊ നൃഗരാജാവിന് സംഭവിച്ച പോലെ രാജ്യത്തിൽ നിന്ന് ഭ്രഷ്ടനായി അവസാനം എന്തായി, ഓന്തായി മാറി. അത് ആകെ ഒരു തെറ്റേ ചെയ്തുള്ളൂ. അതുകൊണ്ടാണ് കൂടുതൽ തെറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പറഞ്ഞില്ലേ, എത്രയോ വർഷം കൃമികളായിട്ടും പാമ്പായിട്ടും ഒക്കെ ജനിക്കേണ്ടി വരും. ശ്ലോകം 41. വിപ്രം കൃതാഗസം അപി നൈവ ദൃഹ്യത മാമക ഘ്നന്തം ബഹു ശപന്തം വാ നമസ്കുരുത നിത്യശഃ. വിപ്രം കൃതാഗസം അപി ന ഏവ ദുഹ്യത മാമക, മാമക എന്റെ സംബന്ധികളായ നിങ്ങൾ, കൃതാഗസം അപി അപരാധം ചെയ്യുന്നവനായാലും, ഘനന്തം ഹനിക്കുന്നവനായാലും, ബഹു അധികം ശപന്തം ശപിക്കുന്നവനായാലും, വിപ്രം ബ്രാഹ്മണനെ ന ദൃഹ്യത ദ്രോഹിക്കരുത്. അപ്പൊ ബ്രാഹ്മണര് നമ്മളെ എന്ത് ചെയ്താലും, അവരെ അപരാധം ചെയ്താലും, നമ്മളെ കൊന്നാലും, അല്ലെങ്കിൽ നമ്മളെ ശപിച്ചാലും എന്ത് ചെയ്യരുത്, ബ്രാഹ്മണനെ ന ദൃഹ്യത ദ്രോഹിക്കരുത്. അപ്പൊ ബ്രാഹ്മണ ശാപം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അപ്പൊ ബ്രാഹ്മണർ എന്ത് തെറ്റ് ചെയ്താലും ബ്രാഹ്മണരെ നമ്മൾ ദ്രോഹിക്കരുത്. നിത്യശ എപ്പോഴും നമസ്കുരുത നമസ്കരിക്കുവിൻ. അപ്പൊ ബ്രാഹ്മണ ഭക്തി നിങ്ങൾക്കുണ്ടാകണം. ബ്രാഹ്മണര് എന്ത് ചെയ്താലും നമ്മളത് ക്ഷമിക്കുക. അപ്പൊ എപ്പോഴും ബ്രാഹ്മണ ഭക്തി നിങ്ങൾക്കുണ്ടാകണം എന്ന് തന്റെ ആൾക്കാരോട് ഭഗവാൻ ഉപദേശിക്കുകയാണ്. വിപ്രം കൃതാഗസം അപി നൈവ ദുഃഖ്യത കമാമക ഘ്നന്തം ബഹു ശപന്തം വാ നമസ്കുരുത നിത്യശ. ശ്ലോകം 42. യഥാഹം പ്രണമേ വിപ്രാൻ അനുകാലം സമാഹിതഃ തഥാ നമത യൂയം ച യോ അന്യഥാ മേ സ ദണ്ഡഭാഗ്. യഥാ അഹം പ്രണമേ വിപ്രാൻ അനുകാലം സമാഹിതഃ. അഹം ഞാൻ, സമാഹിതഃ ഭക്തിയുക്തനായിട്ട്, വിപ്രാൻ ബ്രാഹ്മണരെ അനുകാലം കാലം തോറും, യഥാ ഏതുവിധം, പ്രണമേ നമസ്കരിക്കുന്നുവോ, തഥാ അപ്രകാരം യൂയം നിങ്ങളും നമത നമസ്കരിക്കുക. തന്റെ മക്കളോടും കൂടെ പറയുകയാണ്, മക്കളോടും അവിടെയുള്ള ബാക്കി കൂട്ടുകാരോടും. അപ്പൊ ഞാൻ എപ്രകാരം ബ്രാഹ്മണരെ ആദരിക്കുന്നുവോ അപ്രകാരം നിങ്ങളും ചെയ്യണം. യഹ യാതൊരുവൻ അന്യത മറിച്ച് ചെയ്താൽ, സഹ അവൻ മേ എന്റെ ദണ്ഡഭാഗ് ദണ്ഡത്തെ ഭജിക്കുന്നവനായിരിക്കും. അപ്പോ അങ്ങനെ ചെയ്യാതിരുന്നാൽ എന്റെ ശിക്ഷ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും എന്നുകൂടെ ഭഗവാൻ പറയുകയാണ്. യഥാഹം പ്രണമേ ബിപ്രാൻ അനുകാലം സമാഹിതഃ തഥാ നമത യൂയം ച യോ അന്യഥാ മേ സ ദണ്ഡഭാഗ്. ശ്ലോകം 43. ബ്രാഹ്മണാർത്ഥോ ഹി അപഹൃതോ ഹർത്താരം പാതയത്യഥ അജാനന്താം അഭിഹ്യേനം നൃഗം ബ്രാഹ്മണ ഗൗരീവഃ. ബ്രാഹ്മണാർത്ഥോ ഹി അപഹൃതഃ, അപഹൃതഃ അപഹരിക്കപ്പെട്ട, ബ്രാഹ്മണാർത്ഥഃ ബ്രാഹ്മണന്റെ സ്വത്ത്, ബ്രഹ്മസ്വം, ഹർത്താരം ഹർത്താവിനെ അപഹരിച്ചവനെ, അധപ്പാതയതി അധപ്പതിപ്പിക്കുന്നു. ബ്രാഹ്മണന്റെ സ്വത്ത് അപഹരിച്ചാൽ അത് അവനെ അധപ്പതിപ്പിക്കുന്നു. അജാനന്തമഭി അറിയാത്തവനാണെങ്കിലും, ഏനം നൃഗം ഈ നൃഗനെ, ബ്രാഹ്മണ ഗൗ ഇവ ബ്രാഹ്മണ ഗോവെന്ന പോലെ. അപ്പോ അറിയാതെയാണ് ഈ നൃഗരാജാവ് ബ്രഹ്മസ്വം അപഹരിച്ചത്. അപഹരിച്ചില്ല, അറിയാതെ വന്ന പശുവിനെ വേറൊർക്ക് ദാനം ചെയ്തു. അത്രയും ചെയ്ത നൃഗരാജാവിന് സംഭവിച്ചത് അറിഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് അപഹരിക്കപ്പെട്ട ബ്രഹ്മസത്വം ആ അപഹരിച്ച പുരുഷനെ നിശ്ചയമായും അധപ്പതിപ്പിക്കും. ദാനങ്ങളാണ്, പുണ്യകർമ്മങ്ങളാണ് നൃഗരാജാവ് കൂടുതൽ ചെയ്തത്. ആകെ ചെയ്ത ഒരു തെറ്റെന്താണ്, അറിയാതെ ഒരു ബ്രാഹ്മണന്റെ പശു തന്റെ പശുവിന്റെ കൂട്ടത്തിൽ കയറി, അതറിയാതെ വേറൊരു ബ്രാഹ്മണന് കൊടുത്തു. ഇത്ര മാത്രമേ തെറ്റ് ചെയ്തുള്ളൂ. ആ നൃഗരാജാവിന് കണ്ടില്ലേ ഓന്തായിട്ട് എത്രയോ കാലം കഴിയേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു പാഠമായിരിക്കണം. അപ്പൊ നമ്മൾ അറിയാതെ അപഹരിച്ചാൽ പോലും നമ്മൾ അധപ്പതനത്തിലായിരിക്കും. ബ്രാഹ്മണോർത്തോ ഹി അപഹൃതോ ഹർത്താരം പാതയത്യഥ
അജാനന്താം അഭിഹ്യേനം നൃഗം ബ്രാഹ്മണ ഗൗരിവ. ശ്ലോകം 44. ഏവം വിശ്രാവ്യ ഭഗവാൻ മുകുന്ദോ ദ്വാരകൗകസഖ പാവന സർവലോകാനാം വിവേശ നിജമന്ദിരം. ഏവം വിശ്രാവ്യ ഭഗവാൻ മുകുന്ദക ദ്വാരകൗസഖ പാവനക സർവലോകാനാം വിവേശ നിജമന്ദിരം. സർവലോകങ്ങളുടെയും പാവനക, പരിശുദ്ധിയെ വരുത്തുന്ന ഭഗവാൻ മുകുന്ദക, ഭഗവാൻ മുകുന്ദൻ ദ്വാരകൗകസ ദ്വാരകാവാസികളെ ഏവം ഇപ്രകാരം വിശ്രാവ്യ ഇപ്രകാരം കേൾപ്പിച്ചിട്ട് പറഞ്ഞ് അല്ലെങ്കിൽ ഉപദേശിപ്പിച്ചിട്ട് നിജമന്ദിരം സ്വപുരത്തെ വിവേശ പ്രവേശിച്ചു. അപ്പോൾ ഭഗവാൻ ഈ കഥ പറഞ്ഞ എന്തിനാണ്? തന്റെ ആൾക്കാരെ ഈ ബ്രഹ്മസ്വം അപഹരിക്കുന്നത് കൊണ്ടുള്ള ദോഷം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ കഥ പറഞ്ഞത്. ഐശ്വര്യം, ഭാഗ്യം, സമൃദ്ധിയൊക്കെ വരുമ്പോൾ മനസ്സിൽ അഹങ്കാരമുണ്ടാകും. ഇപ്പൊ നൃഗൻ ഭഗവാനോട് പറഞ്ഞല്ലോ, ഞാൻ ഇത്രയൊക്കെ കൊടുത്തിട്ടുണ്ട്, ഞാൻ കൊടുത്ത ദാനങ്ങള് ഭൂമിയിലെ മണൽത്തരികളുടെ അത്ര ഉണ്ട്, അല്ലെങ്കിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളോളം ഉണ്ട്. അപ്പോൾ അതൊരു ചെറിയൊരു അഹങ്കാരവും നൃപനുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് മനുഷ്യർക്ക് അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല, ബ്രാഹ്മണന്റെ സ്വത്ത് അപഹരിക്കാൻ പാടില്ല, അറിയാതെ ആയിരുന്നാലും അവരെ ദ്രോഹിക്കാനും പാടില്ല എന്നുള്ള പാഠം ഭഗവാന്റെ ആൾക്കാരിലൂടെ നമ്മയും കൂടെ പഠിപ്പിക്കാനാണ് ഭഗവാൻ ഇത് പറഞ്ഞത്. ഏവം വിശ്രാവ്യ ഭഗവാൻ മുകുന്ദോ ദ്വാരകൗകസ പാവന സർവലോകാനാം വിവേശ നിജമന്ദിരം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാർത്ഥേ നൃഗോപാഖ്യാനം നാമ ചതുഷ്ഠിതമോധ്യായ സമ്പൂർണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.